ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ CGL സീരീസ്, പൈലറ്റ് ബാച്ച് സീരീസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ വരുന്ന മെയ് മാസം അല്ലെങ്കിൽ ജൂൺ മാസമൊക്കെ നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. കമൻറ്റ് ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്ഥിരമായി പറയുന്നതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞ് തീർത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോർഡ് മാസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോർഡ് മാസിൽ ചെയ്യേണ്ടതും ഡിജിറ്റൽ സമ്മിൽ ചെയ്യേണ്ടതും യൂണിറ്റ് ഡിജിറ്റൽ ചെയ്യേണ്ടതും കാൽക്കുലേഷൻ പഠിക്കേണ്ടതിനെ പറ്റിയൊക്കെ ഞാൻ അതിൽ ഒന്ന് ബ്രീഫായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഇക്വേഷൻസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഇതൊന്നും ബോർഡ് മാസിലൊന്നും ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. നമുക്ക് കാണുമ്പോൾ സങ്കടം വരും. സങ്കടം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി ഇവിടെ ഉള്ളതൊക്കെ. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ പോലത്തെ ഇവിടെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണുമ്പോൾ ഒരു സങ്കടം വരും. ഓക്കെ, ഇതെന്നെ കൊണ്ട് പറ്റൂല എന്ന്. എന്നെ കൊണ്ടെന്നല്ല, പൊതുവെ ഒരു മനുഷ്യന് ഇത് ഇരുന്ന് ചെയ്തു കഴിഞ്ഞാൽ എക്സാമിൻ്റെ ആ ടൈമിനുള്ളിൽ ചെയ്യാൻ പറ്റൂല. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണ് കുറച്ചും കൂടെ സ്പീഡിൽ ഇത് ചെയ്യാൻ പറ്റുക? കുറച്ച് ഇക്വേഷൻ്റെ അസിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നുണ്ടാവുക. ഇക്വേഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഇക്വേഷൻ ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, നിങ്ങളെല്ലാവരും ചെറിയ പ്രായം മുതലേ, ചെറിയ ക്ലാസ്സുകൾ മുതലേ പഠിച്ചു വരുന്ന ടൈപ്പ് ഓഫ് ഇക്വേഷൻസ്. അത് വെച്ചിട്ട് എങ്ങനെയാണ് ഇതൊക്കെ സോൾവ് ചെയ്യുക, ഒരു വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ പെന്നൊന്നും യൂസ് ചെയ്യാതെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു ലെക്ക്. അതാണ് നമുക്ക് ആക്ച്വലി ആവശ്യമുള്ളത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഇക്വേഷൻ ചിലത് കാണുമ്പോൾ സങ്കടം വരും കേട്ടോ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ സങ്കടം വന്ന പോലെ തന്നെ ഇക്വേഷൻ കാണുമ്പോൾ സങ്കടം വരും. പക്ഷേ ഒന്ന് കഷ്ടപ്പെട്ട് പഠിക്കുക. കാരണം ഒരു 30 മിനിറ്റ് ഇരുന്നാലും മാനുവലി ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ എഴുതാതെ വിത്തൗട്ട് യൂസിങ് എ പെൻ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുള്ള മാർഗ്ഗമാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്. അത് a+b² ആണ്. അറിയാത്ത ആരും ഇല്ലല്ലോ. നമുക്ക് പറയാം a² + 2ab + b². ഓക്കെ, ചിലരൊക്കെ മറ്റേ കണക്ക് മാഷ വഴക്ക് പറയാൻ വേണ്ടി, തെറി പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷനൊക്കെയാണ് ഇതൊക്കെ. നിങ്ങൾ നമ്മളെ എക്സിസ്റ്റൻസിൻ്റെ ഭാഗമാണതെന്ന് മനസ്സിലാക്കുക. നമുക്ക് ജീവിക്കണമെങ്കിൽ ഇതില്ലാതെ പറ്റില്ല മനസ്സിലാക്കുക. ഇതൊക്കെ പഠിച്ചെങ്കിലേ നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അങ്ങ് പഠിക്കുക. അറിയാത്ത ആളുകളാണെങ്കിൽ അങ്ങനെ അങ്ങ് പഠിക്കുക. എന്താണത് എന്നൊക്കെ നമുക്ക് ഭാവിയിൽ സംസാരിക്കാം. ഓക്കെ, ഇനി a−b² എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഉണ്ട്. ആരാ? a² - 2ab + b². രണ്ട് ഇക്വേഷൻസ് ആണുള്ളത്. ഒന്ന് a+b², ഒന്ന് a−b². നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിൽ നിന്നും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ രണ്ടാൾക്കാരുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കാം, കുറച്ച് നോക്കാം. a+b² നിന്നും a−b² കുറച്ച് നോക്കാം. ഒന്ന് കുറച്ച് നോക്കിയേ. a² പോവും, b² പോവും. 2ab - 2ab നമുക്ക് 4ab എന്നാണ് കിട്ടുക. ഓർത്ത് വെച്ചോണം. അപ്പോൾ a+b² a−b² കുറച്ചാൽ 4ab കിട്ടും. ഇനി കൂട്ടി നോക്കാം. a+b² + a−b² കൂട്ടി എന്താ സംഭവിക്കുക? a² 2a², 2ab - 2ab 0, b² 2b². അപ്പോൾ 2 × 2a² + 2b² ആണ്, അല്ലെങ്കിൽ 2 × a² + b². ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് ആവശ്യമുണ്ട്. അടുത്ത ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു ഇക്വേഷൻ ആണ്. അത് a² - b² ആണ്. അതാരാ? a - b × a+b. a+b × a−b = a² - b². ഇതിങ്ങനെ മാത്രം കാണരുത്, ഇതിന് വേറൊരു വെർഷനും കൂടെ ഉണ്ട്, അതുകൂടെ ഓർത്തോണം. a⁻²n - a⁻²n - b⁻²n = a⁻n + b⁻n × a⁻n - അതായത് ഇവിടെയുള്ള പവർ എത്രയാണോ അതിൻ്റെ പകുതി ഇവിടെ വരുള്ളൂ. അതായത് ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എത്ര വരാൻ പാടുള്ളൂ? 1 വരാൻ പാടുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 2n ഉണ്ടെങ്കിൽ ഇവിടെ എത്ര വരുള്ളൂ? n വരുള്ളൂ. അതിൻ്റെ ഒരു വെർഷനാണ് നിങ്ങൾ ഈ കാണുന്ന നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഇനി ഫൈനലി ഒരു ഫൈനൽ സെറ്റ് ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. അത് a³ - b³ ആണ്. a³ - b³ ആദ്യം ഒരു a−b ഉണ്ടാവും. ഓക്കെ, അതുപോലെ a³ + b³ ഉണ്ട്. അതിൻ്റെ അകത്ത് ആരുണ്ടാവും? ഒരു a+b ഉണ്ടാവും. ബാക്കിയുള്ള ആൾക്കാരെയാണ് പഠിക്കേണ്ടത്. ഇവിടെ a−b ആയതുകൊണ്ട് ഇവിടെ a² + ab + b² എന്നാണ് കിടക്കുക. ഇവിടെ
എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് കിടക്കുക. കമ്പയർ ചെയ്തങ്ങ് പഠിച്ചാൽ മതി. നോക്കുക, എ ക്യൂബ് മൈനസ് ബി ക്യൂബിൽ ഒരു എ മൈനസ് ബി ഉണ്ട്, പിന്നെ ഒരു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഉള്ളത്. പിന്നെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബിൽ ഒരു എ പ്ലസ് ബി ഉണ്ട്, പിന്നെ ഒരു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇവിടെ പ്ലസ് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു മൈനസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പക്ഷേ നമുക്ക് ഭൂരിഭാഗം ആളുകൾക്ക് അറിയാത്തതാണ്. ഭാവിയിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ അൾജിബ്ര എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കും. അവിടെ നിന്ന് പഠിക്കാനുള്ളതാണിത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പഠിക്കും. പക്ഷേ ഇപ്പോൾ ഇത് വേണം. ഈ ഇക്വേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ഒന്ന് നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് എഴുതിയെടുക്കുക. എന്നിട്ടൊന്ന് മനസ്സിലാക്കുക, ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇനി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അപ്പം കിട്ടും. ഇനി ഇത് വെറുതെ കണ്ടിരിക്കുകയാണ്, ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യുന്നതിൽ പഠിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. ഒന്ന് പഠിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പറയുന്ന സമയത്തൊന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പം വീഡിയോ ഒന്ന് പോസ് ചെയ്ത് എഴുതി വെച്ച് ഒന്ന് പഠിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഡെസിമൽസ് ഒക്കെയാണുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണുള്ളത്. പക്ഷേ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങൾ നോക്കിയേ, 6.76 ഉണ്ട്, 6.76 ഉണ്ട്, 3.24 ഉണ്ട്, 3.24 ഉണ്ട്, 6.76 ഉണ്ട്, 3.24 ഉണ്ട്. രണ്ടാൾക്കാരേ ഉള്ളൂ. അപ്പം നിങ്ങൾ പേര് കൊടുക്കുക. പേര് കൊടുക്കുമ്പോൾ എ എന്നും ബി എന്നും കൊടുക്കുക. 6.76 ഞാൻ എ കൊടുത്തു. അപ്പം ഇതാരാ? എ ഇൻറ്റു എ. ആരാ എ ഇൻറ്റു എ? എ സ്ക്വയർ മൈനസ് ഇതാരാ? ഇതിന് ബി കൊടുത്തു. 3.24 ബി കൊടുത്തു. ബി ഇൻറ്റു ബി ആരാ? ബി സ്ക്വയർ. അപ്പം മുകളിലുള്ളത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ താഴെയുള്ളത് ആരാ? ഇവൻ 6.76 എ ആണ്, 3.24 ബി ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ എ മൈനസ് ബി. അപ്പം നമ്മൾ ഇക്വേഷൻ ഒന്നുകൂടെ ഓർക്കുക. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആരായിരുന്നു? ആരാ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? അപ്പോൾ ഞാൻ ഇതിനെ എ മൈനസ് ബി കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടുത്തെ എ മൈനസ് ബി അങ്ങ് പോവും. അപ്പം ആൻസർ ആരായിരിക്കണം? എ പ്ലസ് ബി ആയിരിക്കണം. ഓർത്തോളുക, ഇങ്ങനെ ഓർത്തോളുക. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എ മൈനസ് ബി കൊണ്ട് ഹരിച്ചാൽ എ പ്ലസ് ബി കിട്ടും. ഇനി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എ പ്ലസ് ബി കൊണ്ടാണ് ഹരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എ മൈനസ് ബി ആ കിട്ടുക. ഈ ഒരു പാറ്റേൺ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇപ്പം ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പേരൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. പേരൊക്കെ മനസ്സിൽ കൊടുത്താൽ മതിയേ. ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്, ഇത് എ മൈനസ് ബി ആണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കണം? എ പ്ലസ് ബി ആയിരിക്കണം. 6.76 പ്ലസ് 3.24. 6 3 9 ആണ്. 0.76 0.24 1 9 1 10. നമുക്ക് 10 ആൻസർ കിട്ടും. കണ്ടോ, അവിടെ ഒന്നും ചെയ്യാനില്ല. ഈ എയും ബിയും കൂടെ കൂട്ടിയ ഉത്തരം കിട്ടും. പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഓർത്തോളൂ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ എ മൈനസ് ബി ആണെങ്കിൽ എ പ്ലസ് ബി ആണ് ആൻസർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ എ പ്ലസ് ബി ആണെങ്കിൽ എ മൈനസ് ബി ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പം ഇങ്ങനെ പറയാണ്, 1001 ഇൻറ്റു 1001 മൈനസ് 999 ഇൻറ്റു 999 ഡിവൈഡഡ് ബൈ 2000 എന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് ചോദിച്ചു. ഓക്കെ, ഇതാരാ? എ ആണ്. ഇതാരാ? എ ആണ്. ഇത് ബി ആണ്. ഇത് ബി ആണ്. അപ്പം നമുക്ക് ഇതിന് എ സ്ക്വയർ, ഓക്കെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് കൊടുക്കാം. താഴെയുള്ളത് ആരാ? എ പ്ലസ് ബി ആണോ എ മൈനസ് ബി ആണോ? അങ്ങനെയല്ല കൊടുത്തു, ഒറ്റ നമ്പറാണ് കൊടുത്തു അല്ലേ? അപ്പോൾ ഇത് എ പ്ലസ് ബി ആണോ എ മൈനസ് ബി ആണോ നോക്കിയേ. ഇതൊന്നും കൂട്ടി നോക്ക്. 1001 999 കൂട്ടിയേ. അപ്പോൾ നമുക്ക് 2000 കിട്ടും. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ആരെയാ? എ പ്ലസ് ബിനെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആൻസർ ആരായിരിക്കണം? ഇവിടെ ഉള്ളത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ എ പ്ലസ് ബി ആണ്. അപ്പോൾ ആൻസർ ആരായിരിക്കണം? എ മൈനസ് ബി ആയിരിക്കണം. എ എത്രയാ? 1001. ബി എത്രയാ? 999. അപ്പോൾ എ മൈനസ് ബി എത്രയാ? 2 ആയിരിക്കും ഉത്തരം. ഇങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാം. അതായത് നമുക്ക് ഐഡിയ ഉണ്ടാവണം ഇത് ഏതാണ് ഇക്വേഷൻ. നിങ്ങൾ തുടക്കത്തിലൊക്കെയാണ് ഇങ്ങനെ പേരൊക്കെ എഴുതി കൊടുക്കേണ്ടി വരിക. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ തരാം, നിങ്ങൾ എനിക്ക് സോൾവ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞു തന്നാൽ മതി. എത്രയാണെന്നൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു തന്നാൽ മതി. എന്താണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരിക? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. മുകളിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. താഴെയുള്ളത് ആരാണെന്ന് നോക്കുക. ഉത്തരം ആരാണ് വരേണ്ടതെന്ന് നോക്കുക. ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് വലിയൊരു സാധനമാണ് കേട്ടോ, ശ്രദ്ധിച്ചോ. 0.83 0.83 0.83 0.17 0.17 0.17 അവരെ മാത്രമേ കാണുന്നുള്ളൂ.
അപ്പോൾ ഞാൻ അങ്ങനെ പേര് കൊടുക്കാൻ പോവുകയാണേ. 0.83ക്ക് ഞാൻ എ എന്ന് പേര് കൊടുക്കുക, 0.83. ബി എന്നുള്ളത് ഞാൻ 0.17 കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചെയ്യുക, കൊടുത്തു നോക്കിയാൽ എ ഇൻറ്റു എ ആരാത് എ ക്യൂബാണ്, പ്ലസ് ബി ഇൻറ്റു ബി ആരാ ബി ക്യൂബാണ്. ഇവിടെ ആരാ എ സ്ക്വയർ മൈനസ് എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യം എന്താ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആരാ എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഈ ഒരു സാധനത്തിനെ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയി എന്നല്ലേ അർത്ഥം, അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് വന്നു എന്ന് അർത്ഥം. അപ്പോൾ അവിടെ ആൻസർ ആരായിരിക്കും, എ പ്ലസ് ബി ആയിരിക്കും. ഓക്കെ, എ ആരാ 0.83, ബി ആരാ 0.17. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 0.83 പ്ലസ് 0.17, 0.83 0.17 കൂട്ടിയാൽ നിങ്ങൾക്ക് 1 എന്നാണ് കിട്ടുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആണ് മുകളിലുള്ളത്, എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് താഴെ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആൻസർ ഇവനായിരിക്കും. കണ്ടോ, ആ പാറ്റേൺ അത് തന്നെയാണോ നോക്കണം കേട്ടോ, എന്നിട്ടേ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി, 1 എന്ന് കിട്ടും. റെഡി അല്ലേ, പ്രശ്നമൊന്നുമില്ല. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്, എ ക്യൂബ് പ്ലസ് ബി ക്യൂബിൻ്റെ ഇക്വേഷൻ ഓർത്താൽ മതി, നമുക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് ആൻസർ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു ഇക്വേഷൻ്റെ പ്രത്യേകത. കാണുമ്പോൾ ഭയങ്കര വലിയ ഇക്വേഷൻ എന്ന് തോന്നും, പക്ഷേ ആൻസർ ഒറ്റയടിക്ക് നമുക്ക് ആ മുകളിലുള്ള നടുക്കുള്ള സ്റ്റെപ്പിൻ്റെ അകത്ത് നിന്ന് കിട്ടും. ശ്രദ്ധിക്കണം പക്ഷേ ഇങ്ങനെ തന്നെയാണോ കിടക്കുന്നതെന്ന്. ഇപ്പം ഇത് അറിയാവുന്ന ഒരാൾ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ അവിടെ വരുത്തി എന്ന് വരാം. ഓക്കെ, യെസ്, നോക്കിയേ ഇവിടെ എങ്ങനെ കിടക്കുന്നത്. ഇവിടെ 2 ലെറ്റർ അല്ലേ, 2 ഡിജിറ്റ് അല്ലേ ഉള്ളത്, സോറി 2 നമ്പേഴ്സാണ് ഉള്ളത്. എ ഇൻറ്റു എ ആരാ എ ക്യൂബ്, മൈനസ് ബി ഇൻറ്റു ബി ആരാ ബി ക്യൂബ്, ഡിവൈഡഡ് ബൈ ഇവിടെ ആരാ എ സ്ക്വയർ മൈനസ് കെ പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഈക്വൽ ടു ഉത്തരം തന്നിട്ടുണ്ട് 10 ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് വന്നപ്പോൾ ഉത്തരം എ പ്ലസ് ബി ആയിരുന്നു. അപ്പോൾ ഇവിടെ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് വരുമ്പോൾ ഉത്തരം എത്രയായിരിക്കണം, എ മൈനസ് ബി ആയിരിക്കണം. 105 95 പോയി 10, കറക്റ്റാ, ആൻസർ അവിടെ ഉണ്ട്. പക്ഷെ ചോദ്യം അതല്ല, കെ ആരാന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഇത് എ മൈനസ് ബി ആണെന്ന് തന്നിട്ടുണ്ട്, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എ ക്യൂബ് മൈനസ് ബി ക്യൂബിന്റെ ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവുക എന്നുള്ളതാണ്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽ ടു, ഓക്കെ ഇവിടെ മൈനസ് അല്ല കേട്ടോ, പ്ലസ് ആണ്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇപ്പം ഇവനെയാണ് ഈ താഴേക്ക് എടുത്ത് കൊണ്ടുവരുന്നത്. ആരെ, എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയറിന്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ താഴെ കാണുന്ന ആളാരാ, ഇതാരാ ആക്ച്വലി, ഇവൻ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആ. അപ്പൊ ഈ എ ബി ആണ് കെ. അപ്പൊ കെ ആരാ, എ ബി ആണെന്നാണ് കിട്ടുക. നോക്കിയാൽ നേരത്തെ അങ്ങനെ തന്നെയാ. ഇവിടെ ആരാ ഉള്ളത്, എ ബി ആണുള്ളത്. അപ്പൊ ഇതാരാ 0.83 × 0.17. ആ ക്വസ്റ്റ്യന്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ നിങ്ങൾ, എ ഉണ്ട്, അവിടെ ഒക്കെ എ ഉള്ളത്. ഒരു സ്ഥലത്ത് മാത്രം നടുക്ക് മാത്രം എ ഇൻറ്റു ബി ചെയ്യുന്നുണ്ട് താഴെ. ഓക്കെ, അപ്പൊ എ ബി ആണ് അവിടെ താഴെയുള്ള വാല്യൂ, കെ ഈക്വൽ ടു എ ബി ആണ്. അപ്പൊ എ എത്രയാണ് 95, ബി എത്രയാണ് 105. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ മടിയാണെങ്കിൽ ഇവിടെ ഡിജിറ്റൽ സം അപ്ലൈ ചെയ്താൽ മതി. 5 1 6 ആണ്, ഇവിടെ 9 എടുക്കേണ്ട 5, 5 × 6 30 ആണ്, 3 ഡിജിറ്റൽ സം 3 വരണം. ഡിജിറ്റൽ സം 3 അല്ല, 9 എടുക്കണ്ട, 7 5 12 ആണ്, ഡിജിറ്റൽ സം 3 ആണ്. ഡിജിറ്റൽ സം 3 അല്ല, ഡിജിറ്റൽ സം 3 അല്ല, ബി ആയിരിക്കും നമ്മളെ ആൻസർ. ഇനി അങ്ങനെ 100ന്റെ തൊട്ടടുത്തുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 95 105 ആണെങ്കിൽ 105 5 കൂടുതലാണ്, 95 5 കുറവാണ് 100നേക്കാളും. ഓർമ്മയുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 5 × 5 മൈനസ് 25 കിട്ടുക അല്ലെ. മൈനസ് 25 കിട്ടിയാൽ നിങ്ങൾ 100 മൈനസ് 25 ചെയ്യണം, 75. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്,
105 നിന്നും 5 കുറയ്ക്കാല്ലേ 95 5 കൂട്ടുക, അപ്പം നമുക്ക് 100 കിട്ടും. പക്ഷെ ഇവിടെ മൈനസ് ആയതുകൊണ്ട് 1 കുറയ്ക്കണം, 9975 ആൻസർ വരിക. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ, ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ മൾട്ടിപ്ലിക്കേഷൻ, സ്പെഷ്യൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു സെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ മതി, 9975 എന്ന് കിട്ടും. വീഡിയോ ഒക്കെ കണ്ടു നോക്കണേ, ഇതൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഇവിടെ ആരാണ് വരേണ്ടത്, അവിടുത്തെ വാല്യൂ എത്രയാണെന്നുള്ളത് എനിക്ക് ഒന്ന് കമൻറ്റിൽ പറഞ്ഞു തരാം. ഞാൻ കുറച്ചുകൂടെ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു തന്നാൽ മതി. ഓക്കെ, സെയിം ടൈപ്പാണ് കേട്ടോ, നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എ ക്യൂബ് ഉണ്ട്, പ്ലസ് ബി ക്യൂബ് ഉണ്ട്, എ സ്ക്വയർ ഉണ്ട്, ബി സ്ക്വയർ ഉണ്ട്. ഇതാരാണ്, കെ ആരാണെന്നുള്ളത് മാത്രമാണ് പറയേണ്ടത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇത് സോൾവ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ നോക്ക്. നിങ്ങളിവിടെ ഏതൊക്കെ നമ്പറുകൾ കാണുന്നുണ്ട്, നമ്മളെ ട്രാപ്പിലാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. 0.13, 0.13, 0.13, 0.07, 0.07, 0.07. അപ്പം നമുക്ക് എന്ത് കൊടുക്കാം, എയും ബിയും കൊടുക്കാം, എ ക്യൂബ് ബി ക്യൂബായി മാറും. പക്ഷേ ഇവിടെ താഴെ 1.3 അല്ലേ ഉള്ളത്, ഇവിടെ 1.3 ഇവിടെ 0.7 അല്ലേ ഉള്ളത് എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം, താഴെ മുകളിലുള്ളത് ഒരേ നമ്പേഴ്സ് അല്ല. അത് ഒരേ നമ്പേഴ്സ് ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാത്തിനെയും ഒരേപോലെ ആക്കാൻ പോവുക. ഇവിടെ ഇപ്പോൾ 0.13നെ ഞാൻ 1.3 ആക്കണമെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ 0.07നെ 0.7 ആക്കണമെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഞാനിപ്പോൾ അത് ചെയ്യും, എന്നിട്ട് ഉത്തരം കിട്ടുമ്പോൾ ആ എത്രയാണോ ഗുണിച്ചത് അതുകൊണ്ട് തിരിച്ചങ്ങ് ഹരിക്കും. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ എത്ര 0.3 ഉണ്ട്, 3 0.3 ഉണ്ട്. അപ്പോൾ ഞാൻ 3 തവണ 10 കൊണ്ട് ഗുണിക്കണം. ഇവിടെയും ഞാൻ 3 തവണ 10 കൊണ്ട് ഗുണിക്കണം. അതായത് ഞാൻ ഇവിടുത്തെ ന്യൂമറേറ്ററിനെ 1000 കൊണ്ട് ഗുണിക്കാൻ പോവാ. ഓക്കെ, 1000 കൊണ്ട് ഗുണിച്ചാൽ ആദ്യത്തെ ആള് 1.3 ആവും, രണ്ടാമത്തെ ആള് 1.3 ആവും, മൂന്നാമത്തെ ആള് ഇൻറ്റു 1.3 ആവും. ഇവിടെ 1000 പുറത്തെടുത്താൽ ഇത് 0.13 ആയിക്കോളൂ കേട്ടോ. പ്ലസ് ആദ്യത്തെ ആള് 0.7 ആവും, 0.7 ആവും, അടുത്ത ആള് 0.7 ആവും, അടുത്ത ആളും 0.7 ആവും. ഡിവൈഡഡ് ബൈ 1.3 ഇൻറ്റു 1.3 മൈനസ് 1.3 ഇൻറ്റു 1.7 പ്ലസ് 0.7 ഇൻറ്റു 0.7. ഇപ്പോൾ കറക്റ്റ് ആയില്ലേ, എല്ലാം ഒരേപോലെ ആയില്ലേ, മുകളിലുള്ളതും താഴെയുള്ളതും ഒക്കെ സെയിം ആയി, ഒറ്റ നമ്പറിലേക്ക് എത്തി. ഇവിടെ ഇതാ എ ക്യൂബ് ഉണ്ട്, ബി ക്യൂബ് ഉണ്ട്, എ സ്ക്വയർ ഉണ്ട്, എ ബി ഉണ്ട്, ബി സ്ക്വയർ ഉണ്ട്, എല്ലാം കറക്റ്റായി. അങ്ങനെ വരികയാണ് ആൻസർ ആരാന്ന് ഞാൻ പറഞ്ഞത് 1.3 പ്ലസ് 0.7. 1.3യും 0.7 കൂടെ കൂട്ടിയാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും, 2 കിട്ടും. പക്ഷേ ഈ 2-നൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം, ഞാൻ ഇവിടെ നമ്മളെ ചോദ്യത്തിനെ 1000 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 2 കിട്ടിയത്. അത് എൻ്റെ ആൻസർ അല്ല. ഇതിനെ ഞാൻ ആ 1000 തിരിച്ചെടുത്തെങ്കിൽ, ആ 2-ൽ നിന്നും 1000 തിരിച്ചെടുത്തെങ്കിലേ എനിക്ക് ഒറിജിനൽ ആൻസർ കിട്ടുള്ളൂ. ഇപ്പം 2-ൽ നിന്ന് 1000 തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ 0.002 അതായിരിക്കും എൻ്റെ ആൻസർ. അപ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ആ ഒരു കാര്യം അറിയാമെന്നുള്ളത് കൊണ്ട് നമ്മൾ ആക്രാന്തം കാണിക്കരുത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഈ ഡെസിമലൊക്കെ ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കില്ല. 0.13 1.3 എക്സാമിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മളത് വിട്ട് കളയും, ചെയ്യാൻ പാടില്ല കേട്ടോ. ഓക്കെ, സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉള്ളത്. ഇവിടെ എന്താ പ്രത്യേകത, ഇവിടെ 2.53 ആണ് 0.253 താഴെയുള്ളത്, ഇവിടെയും 0.253 ഉള്ളത്. അപ്പോൾ ഇതിനെ 2.53 ആക്കണേ 10 കൊണ്ട് ഗുണിക്കണം, ഇതിനെ 2.53 ആക്കണേ 10 കൊണ്ട് ഗുണിക്കണം, ഇതിനെ 2.53 ആക്കണേ 10 കൊണ്ട്, ഇവിടെ 1.47 ആക്കണമെങ്കിൽ 10 കൊണ്ട്. അപ്പോൾ എല്ലാം 2 ടേമാണ് അല്ലേ. അപ്പോൾ ഇവനെ ഇവിടെ 2 10 കൊടുക്കണം, ഇവിടെ 2 10 കൊടുക്കണം, ഇവിടെ 2 10 കൊടുക്കണം എന്ന് പറഞ്ഞാൽ എത്ര കൊണ്ട് ഗുണിക്കണം, ഡിനോമിനേറ്ററിൽ 100 കൊണ്ട് ഗുണിക്കണം. ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ. എന്നിട്ട് ഡിനോമിനേറ്ററിൽ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. കിട്ടാൻ പോകുന്ന ആൻസർ 2.53 പ്ലസ് 1.47 ആണ്, 4 എന്നാണ് കിട്ടുക. ആ 4-നൊരു പ്രത്യേകതയുണ്ട്, താഴെ ഡിനോമിനേറ്ററിൽ 100 കൊടുത്തപ്പോഴാണ് 4 കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതായത് 100 കൊണ്ട് ഹരിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഡിനോമിനേറ്ററിൽ 100 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 100 കൊണ്ട് ഹരിച്ചു എന്നാണ്. അപ്പോൾ ഒറിജിനൽ വാല്യൂ കിട്ടണമെങ്കിൽ ആ ഹരിച്ച 100 കൊണ്ട് തിരിച്ച് ഗുണിക്കണം. അപ്പം നമുക്ക് ആൻസർ 400 കിട്ടുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് പറയാം.
ഓക്കെ, ആ ലോജിക് ഒന്ന് മനസ്സിലാക്കണം. ഡെസിമൽസിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം. ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഓക്കെ, പേര് കൊടുത്തു നോക്ക്. 876 ഉണ്ട്, 876 ഉണ്ട്, 876 ഉണ്ട്, 234, 234, 234 പേര് കൊടുത്തു നോക്കുക. എയും ബിയും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി. ഈ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എത്രയാണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്? എവിടെ എഴുതി വെച്ചിട്ടുള്ളത്? ഇതാ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ആരാ? 4ab എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ തിരിച്ചു പോവാം. ഓക്കെ, മുകളിൽ വരേണ്ടത് അപ്പോൾ 4ab ആണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ കുറച്ചാൽ 4ab കിട്ടണം. 4ab ബൈ എ ബി, എ ബി കട്ടായി പോവും. അവിടെ ആൻസർ ആന വരിക 4 വരിക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനകത്തുള്ള വാല്യൂസ് എടുക്കുക പോലും വേണ്ട. ഇത് കാണുമ്പോൾ മനസ്സിലാവണോടാ, ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്, ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞത് മൊത്തത്തിൽ ആരാ? 4ab ആണ്. താഴെ കൊടുത്തിരിക്കുന്ന എ ബി ആണ്. കണ്ടോ, കട്ടായി. ആൻസർ എത്ര കിട്ടി? 4 കിട്ടി. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഇക്വേഷൻ അത്രയും തറോ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ്. അത്രയും സിമ്പിൾ ആണ് ഇത് ചെയ്യാൻ. ഓക്കെ, സിമിലർ ആണ്, പക്ഷേ ഇവിടെ പ്ലസ് അല്ലേ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിനോട് എ മൈനസ് ബി ഹോൾ സ്ക്വയർ കൂട്ടിയപ്പോൾ എത്ര കിട്ടിയത്? 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ? ഡിവൈഡഡ് ബൈ താഴെയുള്ളതാരാ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും പോയാൽ നമുക്ക് ആൻസർ 2 എന്നാണ് കിട്ടുക. ഇവിടെയാണ് നമ്മൾ സമയം സേവ് ചെയ്യേണ്ടത്. ഇങ്ങനെ സമയം സേവ് ചെയ്തിട്ട് വേണം വലിയ ചോദ്യങ്ങൾ നമ്മൾ സോർട്ട് ചെയ്തെടുക്കാൻ, വലിയ ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യാൻ. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് 25 ക്വസ്റ്റ്യൻ നമുക്ക് പ്രിലിംസിനുണ്ടെങ്കിൽ അതിൽ ലെങ്തി ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ചോദ്യം ഉണ്ടാവും, ഇങ്ങനത്തെ വളരെ എളുപ്പമുള്ള ചോദ്യം ഉണ്ടാവും. പക്ഷേ ഈ എളുപ്പമുള്ള ചോദ്യത്തിൻ്റെ ബാക്കിൽ അത്യാവശ്യം നമ്മൾ പണിയെടുക്കണം. നമ്മളിപ്പോൾ പണിയെടുത്താൽ മാത്രമേ ഇതെന്താവുള്ളൂ? എളുപ്പമാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക? വർക്ക് ചെയ്ത് ഇത്തരം ഇക്വേഷൻസ് റെഡിയാക്കി കൊണ്ടുവരിക. ശരി, ഫൈനലി നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ. ഓക്കെ, 3+1 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 3⁴ പ്ലസ് 1 ഇൻറ്റു 3⁸ പ്ലസ് 1. നമുക്ക് ഡിജിറ്റൽ സമ്മ് ട്രൈ ചെയ്ത് നോക്കാം വേണമെങ്കിൽ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഓപ്ഷൻ ബുദ്ധിമുട്ടിച്ചാൽ നമ്മൾ പെട്ടുപോകും. നമുക്ക് നോക്കാം. 3+1 എത്രയാ? 4 ആണ് അല്ലേ? ഡീറ്റെയിൽ സം അല്ല, ഒറിജിനൽ മെത്തേഡ് ഞാൻ വേറെ പറഞ്ഞുതരാമേ. ഇൻറ്റു ഈ 3⁻² എന്ന് പറഞ്ഞാൽ 9 അല്ലേ? അതിനെ 0 ആക്കിക്കോളാം, 1. 3⁻4 എന്ന് പറഞ്ഞാൽ 9 ഉണ്ട്, 1. 3⁸ എന്ന് പറഞ്ഞാൽ 9 ഉണ്ട്, ഒഴിവാക്കുക, 1. അപ്പോൾ 4 ആണ് ഡിജിറ്റൽ സം വരേണ്ടത്. ഇവിടെ 3⁻16 മൈനസ് 1. ഈ 3⁻16 എന്ന് പറഞ്ഞാൽ 0 ആണ് കേട്ടോ. 9 ഉള്ളതുകൊണ്ട് 0 ആണ്. 0 മൈനസ് 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 9 - 1 എടുക്കേണ്ടത്. 9 - 1 എടുത്താൽ 8 വരിക. 8/2 എത്ര വരും? 4 വരും. ഇവിടെ അതുപോലെ തന്നെ 8/2 എത്ര വരും? 4 വരും. ഇത് -1 വരിക, പറ്റൂല. ഇത് -1 വരിക, അല്ലെങ്കിൽ 8 വരിക, പറ്റൂല. 8 വരിക, പറ്റൂല. രണ്ട് ഓപ്ഷൻസ് അവിടെ പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല ഏതാണ് ഇതിൽ ഉത്തരം എന്നുള്ളത്. അപ്പോൾ ഡിജിറ്റൽ സമയം എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ? ഇല്ല. അവിടെ ചിലപ്പോൾ നമുക്ക് സമയവും പോകും. കാരണം ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് 4 ഓപ്ഷനും കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയനഷ്ടം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 1 തരുമ്പോഴാണ്. ഇത് ആക്ച്വലി 3+1 3⁻1 + 1⁻1 ആണ്. അതുപോലെ 3² + 1² ആണ്. 3⁻4 + 1⁻4 ആണ്. 3⁻8 + 1⁻8 ആണ്. 1 ഭയങ്കര ഫ്ലെക്സിബിളാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ അതിന് എന്ത് കൊടുക്കാം? പവർ കൊടുക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ കൂടുതലും 1 വരുന്നത്. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് 3+1 ഇൻറ്റു 3² + 1 ഇൻറ്റു 3⁻4 + 1 ഇൻറ്റു 3⁻8 + 1. ഈ ഒരു സാധനത്തിന് ഇവിടെ പവർ ഉണ്ട്. ഇത് 3² + 1² ആണ്. ഇത് 3⁻4 + 1⁻4 ആണ്. ഇത് 3⁻8 + 1⁻8 ആണ്. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഞാൻ ഇതിൽ 3 - 1 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അതുപോലെ തന്നെ 3 - 1 കൊണ്ട് ഡിവൈഡും ചെയ്യാം. ഒരു വാല്യൂവിനെ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡ് ചെയ്താൽ വാല്യൂവിൽ മാറ്റം ഉണ്ടാവില്ല എന്നറിയാം. 3 - 1 ആരാ? 2 ആണ്. 2 ആണ്. കണ്ടോ, ഡിനോമിനേറ്ററിൽ ഒരു 2 കിടക്കുന്നുണ്ട് അവിടെയൊക്കെ.
നമുക്ക് നോക്കാം. ഇനി ശ്രദ്ധിച്ചോ, 3 - 1 × 3 + 1 a - b × a + b. ആരാ a - b × a + b? a² - b² അല്ലേ? ഇപ്പൊ 3 - 1 × 3 + 1 ആരായിരിക്കും? 3² - 1² ഇൻറ്റു അടുത്തതാരാ? 3² + 1² ഇൻറ്റു കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട് ബൈ 2 ഉണ്ട്. എടാ ഈ 3² - 1² പ്ലസ് ഇൻറ്റു 3² + 1² ഞാൻ പറഞ്ഞു a⁻n + b⁻n ഇൻറ്റു a⁻n - b⁻n. ഇവിടുത്തെ പവർ എത്രയാണോ അതിൻ്റെ ഇരട്ടിയാണ് a⁻2n - b⁻2n. ഇങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ 3² - 1² ഇൻറ്റു 3² + 1². ഇതിൻ്റെ ആൻസർ നമുക്ക് വരാൻ പോകുന്നത് എത്രയായിരിക്കും? ഇത് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഇരട്ടി 3⁴ - 1⁴ എന്നാണ് കിട്ടുക. അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടെ ആരുണ്ട്? 3⁴ + 1⁴ ഉണ്ട് ഇൻറ്റു 3⁸ + 1⁸ ഉണ്ട്. ഓക്കെ, ഈ 3⁴ + 1⁴ ഉം 3⁴ - 1⁴ ഉം ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 3⁸ - 1⁸ കിട്ടുക. 3⁸ - 1⁸ കിട്ടുക. ഈ 3⁸ - 1⁸ ഇൻറ്റു 3⁸ + 1⁸ എന്ന് പറഞ്ഞാൽ നമുക്ക് 3�16+ 1�16 ആണ് കിട്ടുക. 3�16 മൈനസ് പ്ലസ് അല്ല മൈനസ് 3�16 മൈനസ് 1�16 അതാരാ? 1 തന്നെയാണ് അല്ലേ? ഓക്കെ, ഇതാണ് നമുക്ക് ആൻസർ വരിക. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? 3�16 - 1/2. 3�16 - 1/2 കണ്ടോ? അപ്പോൾ നമ്മൾ ഇക്വേഷനാണ് ഉപയോഗിച്ചത്. നിങ്ങൾ ആദ്യമായി കാണുമ്പോൾ ഒബ്വിയസ്ലി നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നിങ്ങളിത് സ്ഥിരമാകുമ്പോൾ, അതായത് ചെയ്ത് നമുക്ക് അത്യാവശ്യം നല്ല പ്രാക്ടീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സത്യം പറഞ്ഞൊരു ക്രിയേറ്റീവ് ചോദ്യം തന്നെയാണ്. അവിടെ നമ്മൾ ക്രിയേറ്റിവിറ്റി ഇറക്കിയില്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടില്ല. ഇപ്പം ഇത് കാണുമ്പം 3 + 1 കാണുമ്പോൾ തന്നെ ഞാനിവിടെ 3 - 1 കൊടുക്കണം എന്ന് മനസ്സിലാക്കി. ഇത് 3 - 1 × 3 + 1 3² - 1² ആണ്. 3² - 1² 3² + 1² 3⁴ + 1² ആണ്, -1² ആണ്. 3⁴ - 1² 3⁴ + 1⁴ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3⁸ - 1⁸ കിട്ടും. 3⁸ - 1⁸ ഉം 3⁸ + 1⁸ ചെയ്താൽ 3�16 - 1�16 കിട്ടും. ഇനി ഇവിടെ 3 - 1 കൊണ്ട് ഗുണിച്ചുകൊണ്ട് 3 - 1 കൊണ്ട് ഹരിക്കുകയും കൂടെ വേണം. അപ്പോൾ ഈ ഒരു ഹോൾ പ്രോസസ്സ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്വന്തമായി ഒരു തവണ സോൾവ് ചെയ്യുക, അത് മനസ്സിലായാൽ വിട്ട് കളയരുത്. ഒന്നുകൂടെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. അങ്ങനെ പലതവണ സോൾവ് ചെയ്യുമ്പോൾ ഓക്കെ നമുക്കത് കംഫർട്ടബിൾ ആവും. സിമിലർ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇക്വേഷൻ ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഇനിയും ഇക്വേഷൻസ് ഉണ്ട്. ഞാൻ കൂടുതൽ ഇക്വേഷൻസ് എടുക്കാത്തത് ബാക്കിയുള്ളത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് നമുക്ക് അൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാം. തൽക്കാലം നിങ്ങൾ സിംപ്ലിഫിക്കേഷനിൽ ഇക്വേഷൻസ് ഇത്രയും വെച്ച് പഠിച്ച് വൈൻഡപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട്, സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് തൊട്ടടുത്ത ക്ലാസ് സിംപ്ലിഫിക്കേഷൻ ഒരു ക്ലാസ്സും കൂടെ ഉണ്ടാവും. ആ ക്ലാസ് തൊട്ടടുത്ത ദിവസം ഉണ്ടാവും. അതും കൂടെ കണ്ടിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകൾ, സിംപ്ലിഫിക്കേഷൻ ബേസ് ചെയ്തുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടാലും ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് നിങ്ങളെ ഈ ഒരു ബിഗിനർ സ്റ്റേജിൽ സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം നിങ്ങൾ പ്രാക്ടീസ് ഉള്ള ആളാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പം വിത്ത് ടൈം ഓക്കെ ആയിക്കോളൂ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വെറുതെ ഇരിക്കരുത്, വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടെ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.